ഹലോ ഫ്രണ്ട്സ്, ഡിടെക് മൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഒരു മൊബൈലിൽ നമുക്ക് നമ്മുടെ ഫോട്ടോ എങ്ങനെ എഡിറ്റ് ചെയ്ത് നല്ലൊരു പ്രൊഫഷണൽ ലുക്കിലേക്ക് കൊണ്ടുവന്ന് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മൊബൈൽ ആപ്പ് എന്ന് പറയുന്നത് സ്നാപ്സീഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. സ്നാപ്സീഡ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ ആക്കുമ്പോഴേ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോയാണ് ഓപ്പൺ ആയി വരുന്നത്. അതിൻ്റെ അകത്ത് ടാപ്പ് എനിവെയർ ടു ഓപ്പൺ എ ഫോട്ടോ എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷൻ കാണാം. നമുക്ക് ഇവിടെ നമുക്ക് ആവശ്യമുള്ള ഫോട്ടോ ഇമ്പോർട്ട് ചെയ്തെടുത്ത് എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ പ്ലസ് സൈനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഫോട്ടോ, ഞാനിപ്പോൾ എൻ്റെ ഒരു ഫോട്ടോ ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഓപ്പൺ ചെയ്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറേ പിമ്പിൾസും കുറേ പാച്ചും ഒക്കെ മുഖത്തുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് ബ്ലർ ചെയ്ത് ക്ലിയറാക്കിയത് എനിക്കത് എടുക്കണം. അതിനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഫസ്റ്റിൽ എടുത്തതിന് ശേഷം ഈ റൈറ്റ് സൈഡിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു പെന്നിൻ്റെ സിമ്പിൾ കാണാൻ പറ്റും. ഈ പെന്നിൻ്റെ സിമ്പിളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ ഓപ്ഷൻസ് കിട്ടും. ആ ഓപ്ഷൻസിൽ കൂടെയാണ് നമ്മൾ ഇത് എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് റൈറ്റ് സൈഡിലുള്ള ആ പെന്നിൻ്റെ സിമ്പിളെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും. ടൂൺ ഇമേജ്, ഡീറ്റെയിൽ, കർവ്, വൈറ്റ് ബാലൻസ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും. അതിൻ്റെ അകത്ത് നമുക്ക് ആദ്യം എടുക്കേണ്ടത് ഡീറ്റെയിൽ എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഞാൻ ജസ്റ്റ് ഡീറ്റെയിൽ എടുക്കുന്നു. ഡീറ്റെയിൽ എടുത്തു കഴിയുമ്പോൾ ഇപ്പം താഴെ നമുക്കൊരു ഇക്വലൈസർ മോഡൽ ഒരു ചെറിയ ഇത് കാണാൻ പറ്റും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് സ്ട്രക്ചർ, ഷാർപ്പനിങ് എന്ന് പറഞ്ഞ രണ്ട് ഓപ്ഷനുണ്ട്. അപ്പം നമ്മളതിൻ്റെ സ്ട്രക്ചർ ഒന്ന് കുറച്ച് റെഡ്യൂസ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മുടെ സ്കിന്നിൻ്റെ അവിടെയുള്ള ഇതൊന്ന് കുറയാൻ വേണ്ടിയാണ്. അപ്പം അത് ഫുള്ള് ഒന്ന് ബ്ലറായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇച്ചിരി ഷാർപ്നെസ്സും കൂടെ കൂട്ടിക്കൊടുത്താലോ നമുക്ക് എഡ്ജ് കിട്ടത്തുള്ളൂ. അത് കാരണം ഞാൻ ആ ഷാർപ്പനിങ്ങിൻ്റെ ഓപ്ഷൻ ഓണാക്കി അത് ജസ്റ്റ് ഒന്ന് കൂട്ടിക്കൊടുത്തു. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഷാർപ്നെസ് ഞാൻ ഏകദേശം ഒരു 100 തന്നെ കൊടുക്കുകയാണ്. അതിൻ്റെ സ്ട്രക്ചർ റെഡ്യൂസ് ചെയ്ത് ഒരു -100% കൊടുത്തു. അതിനുശേഷം നമ്മൾ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇവിടെ കുറേ പാച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്ന് ക്ലിയർ ചെയ്തെടുക്കണം. ക്ലിയർ ചെയ്തെടുക്കാൻ നമുക്ക് ഇവിടെ ഒന്ന് ടിക്ക് മാർക്ക് കൊടുക്കുക ആദ്യം. ആ ഓപ്ഷൻ നമ്മളിപ്പം അപ്ലൈ ചെയ്ത് എഫക്റ്റ് ഒന്ന് അപ്ലൈ ആകാൻ വേണ്ടിയാണ്. അതിനുശേഷം ഞാൻ വീണ്ടും എഡിറ്റിൽ പോയിട്ട് ഇതിൻ്റെ അകത്ത് ഹീലിംഗ് ബ്രഷ് ടൂൾ എന്ന് പറഞ്ഞൊരു ടൂള് കാണും. ഇത് ആ ഹീലിംഗ് ബ്രഷ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് സൂം ചെയ്ത് നോക്കുകയാണ്. നമുക്ക് ആവശ്യമുള്ള ഇപ്പം പിമ്പിൾസ് ആകട്ടെ, എന്തെങ്കിലും മാർക്സ് ആകട്ടെ, ബ്ലാക്ക് മോളാകട്ടെ, എന്താണേലും നമുക്ക് ഒന്ന് ഇറേസ് ചെയ്യണമെന്ന് ആവശ്യമുള്ള ഭാഗങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ അത് നല്ല ക്ലിയറായിട്ട് എങ്ങനെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ അത്യാവശ്യം നമ്മുടെ മുഖത്തെ പിമ്പിൾസും കാര്യങ്ങളൊക്കെ ഒന്ന് റിമൂവ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയായിട്ടുണ്ട്. പിന്നെ അടുത്തത് നമ്മൾ ഈ ഓപ്ഷൻ ഒന്ന് അപ്ലൈ ചെയ്യാൻ റൈറ്റ് സൈഡിൽ ടിക്ക് മാർക്ക് കൊണ്ടുവന്ന് ഒന്ന് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്മളെ അപ്ലൈ ചെയ്ത എഫക്റ്റ് നമ്മുടെ ഫോട്ടോയിൽ അപ്ലൈ ആകുന്നതായിരിക്കും. അടുത്തത് വീണ്ടും ഞാൻ എഡിറ്റിൻ്റെ ഓപ്ഷൻ വീണ്ടും ഒന്ന് എടുക്കുകയാണ്. അതിൻ്റെ അകത്ത് സെലക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ സെലക്റ്റീവ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്കെ, ഞാനിപ്പം ഈ ഒരു പ്രത്യേക ഡാർക്കായിട്ടുള്ള ഏരിയ, എൻ്റെ ഇപ്പം മുഖത്തിൻ്റെ ഈ ഒരു ഏരിയ ഡാർക്കാണ്, അതൊന്ന് ലൈറ്റാക്കണം. അതിനു വേണ്ടിയാണ് ഞാൻ
ഒന്ന് ക്ലിക്ക് ചെയ്ത ശേഷം എന്തേലും ഡാർക്ക്നെസ് ഉണ്ടോ അത്ര ഏരിയയെ നമുക്ക് ഒന്ന് ഡ്രാഗ് ചെയ്ത് വലിച്ചു വെക്കാം. അത് കഴിഞ്ഞ് അതിൻ്റെ ബ്രൈറ്റ്നസ് നമുക്ക് റൈറ്റിലോട്ട് നീക്കി കഴിഞ്ഞാൽ ഇത് കണ്ടോ, ബ്രൈറ്റ്നസ് കൂടുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പം നമുക്ക് ഡാർക്ക് ആയിട്ടുള്ള ഏരിയയ്ക്ക് ഇച്ചിരി ലൈറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ലൈറ്റാക്കി കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഞാൻ അത്ര ഏരിയ ഒന്ന് ലൈറ്റാക്കി വിട്ടു. വീണ്ടും ഞാൻ ആ എഫക്റ്റ് അവിടെ അപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പം ഇങ്ങനെയായി. വീണ്ടും ഞാൻ എഡിറ്റിൽ പോയ ശേഷം അതിൻ്റെ അകത്ത് ബ്രഷ് ടൂൾ എന്ന് പറയുന്ന ഒരു ടൂളും കൂടെ കാണും. ഓക്കെ, ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ഡാർക്കായിട്ടുള്ള ഏരിയ വേണമെങ്കിൽ ലൈറ്റാക്കാം. കളറ് ഇപ്പോൾ എനിക്ക് ഇച്ചിരി കളറ് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ടെമ്പറേച്ചർ സാച്ചുറേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. സാച്ചുറേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിപ്പം ലിപ്പിൻ്റെ കളർ ഇച്ചിരി കൂട്ടി കൊടുക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ആ ലിപ്പിൻ്റെ കളർ അവിടെ കയറി വരുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പം ഞാൻ ടോട്ടൽ എൻ്റെ മുഖത്തിൻ്റെ സാച്ചുറേഷൻ ഒന്ന് കൂട്ടി കൊടുക്കുക. ഒത്തിരി കൂടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഒത്തിരി കൂടിക്കഴിഞ്ഞാൽ വൃത്തികേടായി പോകും. ഇപ്പോൾ ഒരു 5% നമുക്ക് ഒത്തിരി വൈറ്റായിട്ടുള്ള ഏരിയയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു ഒറിജിനാലിറ്റി നമുക്ക് കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, ഞാൻ ആ ഒരു എഫക്റ്റും കൂടെ അപ്ലൈ ചെയ്തു. അതിനുശേഷം ഇവിടെ പോർട്രേറ്റ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. അതും കൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം നമ്മുടെ ഫേസ് ക്ലിയർ ആക്കി എടുക്കാൻ പറ്റുന്നതായിരിക്കും. ഇപ്പം പോർട്രേറ്റ് വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറേ ഇൻബിൽറ്റ് ആയിട്ടുള്ള കുറേ ടെംപ്ലേറ്റ് ഉണ്ട്, ഫിൽറ്റേഴ്സ് ഉണ്ട്. അത് നമുക്ക് മാറി മാറി അപ്ലൈ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫേസിന് സ്യൂട്ടാകുന്ന രീതിയിലുള്ള ഒരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്തു. ഞാനിപ്പോൾ കോംബോ 2 എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്തു. ഈ റൈറ്റ് സൈഡിലോട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ എഫക്റ്റ് കൂടും, ലെഫ്റ്റിലോട്ട് മാറ്റി കഴിഞ്ഞാൽ അത് കുറയും. അപ്പോൾ എനിക്കൊരു വാല്യൂവിൻ്റെ അടുത്ത് സ്പോട്ട് ലൈറ്റ് ഞാൻ കൊണ്ട് ഒരു 66 ആക്കി വെക്കുന്നു. അതിനുശേഷം സ്കിൻ സ്മൂത്തനിങ് എന്നും പറഞ്ഞുകൊണ്ടൊരു ഓപ്ഷൻ വരും. അത് നമ്മുടെ സ്കിന്നിന് എന്തേലും സ്മൂത്ത്നെസ് അപ്ലൈ ചെയ്യണമെന്ന്. നമുക്ക് ഒത്തിരി കൂടേണ്ട, ആ ഒറിജിനാലിറ്റി പോകാതിരിക്കത്തക്ക രീതിയിൽ തന്നെ നമ്മൾ അന്ന് എഡിറ്റ് ചെയ്ത് എടുക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം ആ ഒരു ലെവലിൽ ഞാൻ കൊണ്ടുവന്നു. ഓക്കെ, പിന്നെ ഈ റൈറ്റ് സൈഡിൽ ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്, പെയില്, ഫെയർ, ഡാർക്ക് എന്ന് പറയുന്നത്. അപ്പം അതിന് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മുടെ മുഖത്തിന് ഒരു എഫക്റ്റ് കൊണ്ടുവരാൻ നമുക്കത് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ ഒരു ഫെയർ എന്ന് പറയുന്നതുകൊണ്ട് ഉള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ ഏകദേശം ഈ ഒരു ലെവലിൽ സ്മൂത്തായിട്ട് നമുക്ക് സ്കിന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ റൈറ്റ് സൈഡിൽ ഉള്ള ടിക്ക് മാർക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് ആ എഫക്റ്റും കൂടെ അപ്ലൈ ചെയ്തു. നമുക്ക് ഇത് ഏറ്റവും ഫസ്റ്റായിട്ടുള്ള ഇമേജ് കാണണമെങ്കിൽ ക്ലിക്ക് ചെയ്ത് 2 സെക്കൻഡ് ഹോൾഡ് ചെയ്താൽ നമുക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും. കണ്ടോ, ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഇമേജ്. നമ്മൾ ഇത് ഏറ്റവും ക്ലിയറാക്കി എടുത്തിട്ടുണ്ട്. അപ്പം അധികം എഫക്റ്റ് അപ്ലൈ ചെയ്ത് നമ്മൾ ഫോട്ടോ കുളവാക്കാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നമുക്ക് ആവശ്യമുള്ളത്, എനിക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഇമേജ് ആവശ്യമില്ല, അല്ലെങ്കിൽ അതൊന്ന് ബ്ലർ ചെയ്ത് വിടണം. ഒന്ന് നമുക്ക് ചേഞ്ച് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇമേജ് ഒന്ന് ബ്ലർ ചെയ്ത് വിടാം. അതിനാദ്യം നമ്മൾ ഈ എഡിറ്റ് ചെയ്ത് അത്രയും ഇതൊന്ന് സേവ് ചെയ്ത് വെക്കുക. അതിന് റൈറ്റ് സൈഡിൽ താഴോട്ടുള്ള ഒരു ഏരിയ ഉണ്ട്, ആരോ കാണിച്ചിട്ടുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പോർട്ട് സേവ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ഞാൻ ഈ ഇമേജ് ഒന്ന് സേവ് ചെയ്യുകയാണ്. ഓക്കെ, ഞാൻ ആ ഇമേജ് ഒന്ന് സേവ് ചെയ്ത് വെച്ചു. അതിനുശേഷം ഞാൻ വീണ്ടും
റൈറ്റ് സൈഡിൽ വന്ന് ടൂൾ ബോക്സിൽ ഹീലിംഗ് ബ്രഷ് ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് മായ്ച്ച് കൊടുക്കുക ഈ എഡ്സ്. കാരണം ഇത് നമ്മൾ ബ്ലർ ചെയ്യുമ്പോഴത്തേനും ഇത് കയറി വരാൻ ചാൻസ് ഉണ്ട്. അത് കാരണം ആ ഫോട്ടോയുടെ എഡ്ജ് നമ്മളൊന്ന് ജസ്റ്റ് കവർ ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഒന്നും കവർ ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. എഡ്ജ് മാത്രം നമുക്ക് ആ ഹീലിംഗ് ബ്രഷ് ടൂൾ ഉപയോഗിച്ച് ഒന്ന് മായ്ച്ച് കൊടുത്താൽ മതി. ഓക്കെ, ഞാൻ എന്തായാലും അതൊന്ന് കവർ ചെയ്തിട്ടുണ്ട്. അത് അപ്ലൈ ചെയ്യുന്നു. അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം റൈറ്റ് സൈഡിൽ വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലെൻസ് ബ്ലർ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷൻ വരുന്നതായിരിക്കും. റൈറ്റ് സൈഡിൽ ലെൻസ് ബ്ലറിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നമുക്കൊന്ന് ഡ്രാഗ് ചെയ്ത് ചെറുതാക്കാം. അത് കഴിഞ്ഞ് അതിൻ്റെ ബ്ലർ സ്ട്രെങ്ത് റൈറ്റ് സൈഡിലോട്ട് മൂവ് ആക്കി കഴിഞ്ഞാൽ മാക്സിമം 100% ഒരു ലെവലിൽ ഇട്ടേക്കുക. അത് കഴിയുമ്പം അതിൻ്റെ ട്രാൻസിഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. ട്രാൻസിഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 0 ആക്കി കൊടുക്കുക. ഓക്കെ, അത് ഫുള്ള് കവറാക്കാൻ വേണ്ടിയാണ്. അത്രയും ചെയ്ത് കഴിഞ്ഞ് ഓക്കെ കൊടുത്തേക്കുക. ഓക്കെ, അപ്പം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലറായിട്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഈ സേവ് ചെയ്ത് വെച്ച ഫോട്ടോ നമുക്ക് ഇങ്ങോട്ട് ഒന്ന് കൊണ്ടുവരണം. അതിനുവേണ്ടി റൈറ്റ് സൈഡിൽ നമ്മൾ വീണ്ടും ആ മെനു ഓപ്ഷനിൽ പോയി ഡബിൾ എക്സ്പ്ലോഷർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ താഴത്തെ മെനു ബാറിൽ ഫോട്ടോ ആഡ് ചെയ്യാൻ വേണ്ടി ഒരു ഓപ്ഷൻ വരും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മുമ്പേ സേവ് ചെയ്ത് വെച്ച ഫോട്ടോ ഇവിടെ കാണാം. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇമ്പോർട്ട് ചെയ്തെടുക്കണം. നോക്കിക്കഴിഞ്ഞാൽ അറിയാം അതിൻ്റെ ഒപ്പാസിറ്റി കുറവാണ്. അത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്ത് വിട്ട ബാക്ക്ഗ്രൗണ്ടായിട്ടൊന്ന് മെർജായിട്ടാണ് ഇരിക്കുന്നത്. അതിന് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒപ്പാസിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. 100% ആക്കി കൊടുക്കുക, ടിക്ക് ചെയ്യുക. ഓക്കെ, അപ്പം അതങ്ങനെ വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കിപ്പോൾ എന്താ ചെയ്യേണ്ട? ബാക്ക്ഗ്രൗണ്ട് ഇങ്ങോട്ടൊന്ന് മാസ്ക് ചെയ്ത് കൊണ്ടുവരണം. അതിനുവേണ്ടി ഈ ടോപ്പിൽ വന്നു കഴിഞ്ഞാൽ അൺഡു എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. അതിൻ്റെ അകത്ത് റിവേർട്ട് വ്യൂ എഡിറ്റ് QR ലുക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ. അതിൻ്റെ അകത്ത് വ്യൂ എഡിറ്റിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ലാസ്റ്റ് ചെയ്ത് ആ ഒരു ഡബിൾ എക്സ്പ്ലോഷറിൻ്റെ ഒരു ആരോ ലെഫ്റ്റിലോട്ട് കിടക്കുന്ന കാണാം. ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബ്രഷ് ടൂൾ കാണിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് വെച്ച് ജസ്റ്റ് നമ്മളൊന്ന് നമ്മുടെ ഫോട്ടോയിലൊന്ന് വലിച്ചു വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോ ഇവിടെ തെളിഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും. കണ്ടോ? ഓക്കെ, അപ്പം നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ടിലെ ഇമേജ് നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം ഒന്ന് കവർ ചെയ്ത് മാസ്ക് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്ര ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇത് തന്നെ ചെയ്യുന്ന എഡ്ജ് ഇപ്പം പുറത്തോട്ട് ചാടിയാണ് നിൽക്കുന്നത്. അത് ക്ലിയർ ആക്കാൻ വേണ്ടി ഈ എക്സ്പ്ലോഷറിൻ്റെ വാല്യൂ 0 ആക്കി കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് തിരിച്ച് ഇവിടെ ഒന്ന് സൂം ചെയ്ത് നമ്മുടെ എഡ്ജൊക്കെ ക്ലിയർ ആയിട്ട് നോക്കി ഒന്ന് കവർ ചെയ്ത് വിടുക. ഇപ്പോൾ തിരിച്ചു വരണമെങ്കിൽ സിമ്പിളാണ്. എക്സ്പ്ലോഷർ വാല്യൂ 100 ആക്കുക. എന്നിട്ട് നമുക്ക് അത് തിരിച്ച് കൊണ്ടുവരാൻ പറ്റും. നമുക്ക് ഇതേ പ്രോസസ്സിലൂടെ തന്നെ നമുക്ക് ഇപ്പം ഞാനിവിടെ ബ്ലറായിട്ടുള്ള ഇമേജാണ് ബാക്ക്ഗ്രൗണ്ടായിട്ട് സെറ്റ് ചെയ്തത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ബാക്ക്ഗ്രൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തെടുത്ത് മറ്റേ ഡബിൾ എക്സ്പ്ലോഷർ അപ്ലൈ ചെയ്ത് ഇമ്പോർട്ട് ചെയ്തെടുത്ത് നമുക്ക് വേറെ ബാക്ക്ഗ്രൗണ്ട് വേണേലും ഇവിടെ ഇതേ രീതിയിൽ തന്നെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇതിപ്പോൾ കറക്റ്റ് നമുക്ക് നല്ലൊരു എഡിറ്റിങ്ങിൽ നമുക്കത് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. നമുക്കതുപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് ഇമേജ് എങ്ങനെ വ്യൂ ചെയ്യാമെന്ന് നോക്കാം. ഒന്ന് ക്ലിക്ക് ചെയ്ത് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഇമേജ് എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ ഈ എഫക്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നമുക്ക് ഇനി അവിടെ ഒരു ടെക്സ്റ്റ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ മെനു ബാറിൽ
ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് ടെസ്റ്റ് എഫക്റ്റ് അവിടെ കൊണ്ടുവരാൻ പറ്റും. നമുക്ക് ഇൻസ്റ്റാഗ്രാമും സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ഓപ്ഷനാണ് ടെസ്റ്റ് ആഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഞാനിപ്പം ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി 2 ടെസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണാൻ പറ്റും കുറേ ഫോണ്ട് സ്റ്റൈലും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നിങ്ങൾക്കതിൽ ഇഷ്ടപ്പെട്ട സ്റ്റൈൽസ് സെലക്ട് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ടെസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ അല്ലാതെ തന്നെ നമുക്ക് അതിൻ്റെ കളറും ഒപ്പാസിറ്റിയും ഒക്കെ ചേഞ്ച് ചെയ്യാവുന്നതുമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഫസ്റ്റ് ഇമേജ് നമ്മൾ ഏകദേശം ഈ ഒരു ലെവലിലാക്കി എഡിറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. മാക്സിമം നിങ്ങൾ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ പുതിയ വീഡിയോസിന് ഇപ്പോഴത്തെ ബെൽ ബട്ടണും കൂടെ ഒന്ന് അമക്കിയേക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക്സ് എ ലോട്ട്.